മാന്യപ്രേക്ഷകർക്ക് പ്രണാമം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, സനാതനധർമ്മത്തിലെ ദൈവസങ്കല്പവും യഹോവ എന്ന ദൈവവും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? എല്ലാം ഈശ്വര സങ്കല്പം തന്നെയല്ലേ? സാർ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ചില മതങ്ങളെ വിമർശിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതിനെല്ലാം ഞാൻ ഉത്തരവും കൊടുക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒരാഗ്രഹം, കഴിയുന്നതും ആരെയും വിമർശിക്കരുത്, ആരെയും എതിർക്കരുത്, എൻ്റേതായിട്ടുള്ള ദൗത്യം ചെയ്തു കൊണ്ടുപോവുക. ഭാരതത്തിൻ്റെ സംസ്കാരം, സനാതനധർമ്മം, ഇത് മാത്രം ശ്രദ്ധിച്ച് പഠിച്ച് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോഴാണ് എൻ്റെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്, ഭാരതത്തിനകത്തും പുറത്തുമെല്ലാം യാത്ര ചെയ്യേണ്ടി വരുന്ന വേളയിൽ ഞാൻ അനവധി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ കാണാൻ ശ്രമിക്കാറുണ്ട്. അതിലേറ്റവും അത്ഭുതം എനിക്ക് തോന്നിയിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരുടെ പ്രവർത്തന രീതിയാണ്. അക്ഷരാർത്ഥത്തിൽ പുറത്ത് വളരെ സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും സംസാരിക്കുന്ന വ്യക്തികൾ, അകത്ത് ഒരു ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ: ഈ മുമ്പിൽ കാണുന്ന, സംസാരിക്കുന്ന, ബന്ധപ്പെടുന്ന വ്യക്തിയെ ക്രിസ്ത്യാനിയാക്കി മാറ്റുക. ഏത് വിധത്തിലും ക്രിസ്ത്യാനിയാക്കി മാറ്റുക. സഹായിച്ചിട്ടോ, നല്ല വാക്ക് പറഞ്ഞിട്ടോ, അനുമോദിച്ചിട്ടോ, അഭിനന്ദിച്ചിട്ടോ, മകളെയോ മകനെയോ കൊണ്ട് പ്രേമിപ്പിച്ചിട്ടോ, വിവാഹം കഴിപ്പിച്ചിട്ടോ, അല്ലെങ്കിൽ കുറേ സഹായിച്ചിട്ടോ, ഏതെങ്കിലും ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ, ഏതാണ്ട് എല്ലാ ക്രിസ്ത്യാനികളും, വളരെ കുറച്ച് അപവാദമേ അതിനുണ്ടാവുള്ളൂ, എക്സെപ്ഷൻ വളരെ കുറച്ചായിരിക്കും. ഡോക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും നിയമജ്ഞന്മാരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട എങ്ങനെയെല്ലാം ക്രൂക്കൻ്റായിട്ട് ചിന്തിച്ചിട്ട് മുമ്പോട്ട് പോകുമ്പോഴും അവർക്കൊരു ലക്ഷ്യം മാത്രമേ മുമ്പിലുള്ളൂ. അത് ഉള്ളിലെ ലക്ഷ്യമാണ്. പുറത്ത് ഒന്ന്, അകത്ത് ഈ മുമ്പിൽ കാണുന്ന വ്യക്തിയെ മതം മാറ്റാം. ഒരു പക്ഷേ യേശുക്രിസ്തു പറഞ്ഞത് ചെറുപ്പം മുതൽക്കേ പഠിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത്. ഉള്ളിൽ സർപ്പത്തിൻ്റെ വിഷവും പുറത്ത് മാടപ്രാവിൻ്റെ ലാളിത്യവുമായിട്ട് ഞാൻ നിങ്ങളെ ജനങ്ങൾക്കിടയ്ക്ക് അയക്കുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഈ ഉള്ളിൽ വേണ്ടത് സർപ്പത്തിൻ്റെ വിഷമാണ്, പുറത്താണെങ്കിൽ മാടപ്രാവിൻ്റെ ലാളിത്യവും വേണം. ഇങ്ങനെ ഒന്ന് അവർ പറയുമ്പോൾ അതിലേറ്റവും പ്രത്യേകത, സന്ദേശം മുഴുവനും യഹോവയുടെ സന്ദേശമാണ്. ഈ പ്രഭാഷണം കേൾക്കുന്ന ഓരോ ഹിന്ദുവിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ബൈബിളിലെ പഴയ നിയമത്തിലെ യഹോവ എന്ന ദൈവത്തെക്കുറിച്ചൊന്ന് പഠിക്കണം. ഈ ക്രിസ്ത്യാനികൾ പറയുന്നത് ഒന്നുമല്ല യഥാർത്ഥ യഹോവ. ഒരു സദ്ദാം ഹുസൈൻ പുറത്ത് നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് എതിരായിട്ടുള്ളവരെ മുഴുവനും കൊന്നൊടുക്കി, 10,000-കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയ ആളാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയ ആളാണ് ഗദ്ദാഫി എന്ന് പറയുന്ന ആള്. അതേപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒസാമ ബിൻ ലാദൻ. അയാളും ഒത്തിരി തൻ്റെ രീതിയിലല്ലാത്തവരൊക്കെ കൊന്നൊടുക്കിയ ആളാണ്. പിന്നെ പോൾപോട്ട് എന്ന് പറയുന്ന ഒരാളുണ്ട്. എത്ര ലക്ഷത്തിനെയാ ചതിച്ചും വഞ്ചിച്ചും കയ്യും കാലും പറിച്ച് കീറിയും ചുട്ട ഇരുമ്പിൽ കിടത്തിയുമെല്ലാമാണ് അയാൾ യഥാർത്ഥത്തിൽ രാജ്യം ഭരിച്ചത്. ആ ഭരണാധികാരികൾ എങ്ങനെ ഭരിച്ചിരുന്നോ അവരുടെ വാക്കുകളും പ്രവൃത്തിയും അതേപോലെ ഒന്ന് യഹോവയുടെ വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ ഒന്ന് ബന്ധിപ്പിച്ച് നോക്കാം.
ഒരു വികാരവുമില്ലാതെ ബന്ധിപ്പിക്കണം. യഹോവ എന്ന ദൈവസങ്കല്പം ബൈബിളിലെ പഴയ നിയമത്തില് തുടക്കം മുതൽക്ക് അവസാനം വരെ വാശിയും പകയും വിദ്വേഷവും പ്രതികാരവും കൊല്ലലും ചുടലും നശിപ്പിക്കലും തകർക്കലും ഇത് മാത്രം ചെയ്യാൻ ആഹ്വാനം ചെയ്ത ഒരു ഈശ്വര സങ്കല്പമാണ്. എന്തിനാ ഈ യഹോവ കൊല്ലുന്നത്? ധർമ്മത്തെ രക്ഷിക്കാനും അധർമ്മത്തെ തകർക്കാനും അല്ല കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത്. നന്മയുള്ളവരെ രക്ഷിക്കാനും തിന്മയുള്ളവരെ നശിപ്പിക്കാനുമല്ല യഹോവ കൊല്ലാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ശാശ്വത സമാധാനം നിലനിർത്താനും അശാന്തിയും ക്രൂരതയും ഇല്ലാതെയാക്കാനും വേണ്ടിയാണ് യഹോവ മറ്റുള്ളവരെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വിഷമമുണ്ടാവില്ല. അതേ സമയത്ത് ഒരൊറ്റ വരിയിൽ പറഞ്ഞാൽ യഹോവ എന്ന ദൈവം ബൈബിളിൽ വിവരിക്കുന്നത് ഒരു കാര്യം മാത്രം: ഞാൻ മാത്രമേ ലോകത്തിൽ ദൈവമായിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ, എന്നെ മാത്രമേ ലോക ജനത ആരാധിക്കാവൂ, ഞാൻ പറയുന്നതല്ലാതെ മറ്റുള്ളവര് വേറെ ഒരാളുടെയും കേൾക്കരുത്, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവാനും പാടില്ല, എന്നെക്കുറിച്ച് പറയുന്ന പുസ്തകം അല്ലാതെ മറ്റൊരു പുസ്തകം ഉണ്ടാവാനും പാടില്ല, ഞാൻ പറയുന്ന രീതിയിലല്ലാതെ മറ്റൊരു രീതിയിലും നിങ്ങൾ ജീവിക്കാനും പാടില്ല. ഇനി അഥവാ എന്നെ ആരാധിക്കാത്തവര്, എന്നെ പിന്തുടരാത്തവര്, എന്നെ പുകഴ്ത്താത്തവര്, എന്നെ പൂജിക്കാത്തവര്, അങ്ങനെയുള്ളവരെയെല്ലാം കൊല്ലണം. ഈ കൊല്ലണം എന്നൊരു പദം മാത്രം പഴയ നിയമത്തിലുള്ളത്. അതെങ്ങനെയാ? കടലിലോ സമുദ്രത്തിലോ സുനാമിയിലോ മുക്കി കൊല്ലണമെങ്കിൽ അങ്ങനെ കൊല്ലണം. നായ്ക്കള് ചുടുചോര കടിച്ച് ചീന്തി കൊല്ലണമെങ്കിൽ അങ്ങനെ കൊല്ലണം. പ്ലേഗ് വരുത്തി കൊല്ലണമെങ്കിൽ അങ്ങനെ കൊല്ലണം. അഗ്നിയിലിട്ട് കൊല്ലണമെങ്കിൽ അങ്ങനെ കൊല്ലണം. ഭൂമി കുലുക്കവും ഇടിവെട്ടും ഏറ്റു കൊല്ലണമെങ്കിൽ അങ്ങനെ കൊല്ലണം. ഇങ്ങനെ കൊല്ലുന്നത് എന്തിനാ? ആസുരീക ശക്തികളെയും രാക്ഷസീയ ശക്തികളെയും ഈശ്വരീയ രൂപങ്ങളും സങ്കല്പങ്ങളും കൊല്ലുക എന്നുള്ളത് വിശ്വസിക്കാം. കാരണം അധർമ്മത്തെയും അക്രമത്തെയും അനീതിയെയും അന്യായത്തെയും ഇല്ലാതെയാക്കാൻ ആദ്യമെല്ലാം സാമദാന ഭേദ ദണ്ഡം നന്മകൾ പറഞ്ഞ്, എന്നിട്ട് അവര് അനീതിയും അക്രമവും അധർമ്മവും ഉപേക്ഷിക്കാൻ തയ്യാറില്ലെങ്കിൽ അവരെ വധിക്കാതെ സമൂഹത്തിൽ നന്മ നിലനിർത്താൻ സാധിക്കില്ല. രാക്ഷസീയ ആസുരീക ശക്തികളെ ധാർമ്മിക ശക്തികളെ വധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് ആസുരീക ശക്തിയുടെ തന്നെ ലക്ഷണമായിട്ടാണ് യഹോവയുടെ വാക്കുകളും പ്രവർത്തിക്കും. എങ്ങനെയാണോ ഒസാമ എന്നെ അല്ലാതെ ഞാൻ പറയുന്നതല്ലാതെ മറ്റൊന്നും നിലനിൽക്കരുത് എന്ന് തെളിയിക്കാനാണ് അമേരിക്കയിലെ സർവ്വതിനെയും തകർക്കണതും ഓരോ ബോംബ് പൊട്ടിക്കുന്നതും എല്ലാം. ഒരു തരത്തിൽ ടെററിസത്തിനെ നിലനിർത്തുന്നത് ആ ടെററിസ്റ്റുകൾ പറയുന്നത് മാത്രം അംഗീകരിക്കാത്തവരെ കൊന്നിട്ടാ. ടെററിസ്റ്റുകൾ പറയുന്നത് അംഗീകരിക്കാത്തവരെ ഉന്മൂലനം ചെയ്തിട്ടാ ടെററിസം നിലനിൽക്കുന്നത്. നിങ്ങളൊന്ന് ബൈബിൾ വായിച്ചു നോക്കണം. ഞാനതിനെ വേറൊന്നും കൊണ്ട് ഒരു വികാരവും ഇല്ലാതെ വായിക്കണം. ആ യഹോവ എന്ന ദൈവം ഒസാമ ബിൻ ലാദൻ പറഞ്ഞതുപോലെ ആ ദൈവത്തെയും ഇസ്ലാമിനെയും ആരാധിക്കാത്തവരൊക്കെ ഉന്മൂലനം ചെയ്യാം. അതും യഹോവയുടെ വാക്കുകളും തമ്മിൽ വ്യത്യാസം നോക്കാം. എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇത്രയും എനിക്ക് അത്ഭുതം തോന്നാറുള്ളത് നല്ലവരായ ക്രിസ്ത്യാനികള്, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, പഠിച്ചവര്, വിവേകമുള്ളവര്, ബുദ്ധിയുള്ളവര്, ഇവരെല്ലാം ഈ ലോകത്തില് അല്ലെങ്കിൽ ഭാരതത്തില് യഹോവയെ പോലെ ഒരു പ്രധാനമന്ത്രിയോ ഒരു രാജാവോ ഉണ്ടായിരുന്നെങ്കിൽ അവരെ അംഗീകരിക്കുമായിരുന്നോ? ക്രൂരതയുടെ പരമകാഷ്ഠയിലാണ് യഹോവ ഓരോ വാക്കുകളും പറയുന്നത്. ആ വാക്കുകൾ നിങ്ങളൊന്ന് ശരിക്ക് പഠിക്കണം. ഭക്തിയോടുകൂടി വേണമെങ്കിൽ ഭക്തിയോടുകൂടി പഠിക്കാം, അല്ലെങ്കിൽ ഭക്തി ഇല്ലാതെ വേണമെങ്കിൽ ഭക്തി ഇല്ലാതെ പഠിക്കാം. ഒരു മണിക്കൂർ നേരത്തേക്ക് ബൈബിളിലെ ഇരമ്യ എന്ന വാക്കോ നഹൂം എന്നുള്ളതോ
അല്ലെങ്കിൽ പുറപ്പാട്, അങ്ങനെയുള്ളതെല്ലാം നോക്കാം. വരികൾ നിങ്ങൾക്ക് ഷോക്കിംഗ് ആയിരിക്കും, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഈജിപ്തിലേക്ക് പോകണം, അവിടെ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവരെ തകർക്കണം, അവരെ കൊല്ലാൻ നിന്റെ കൈ ഉയരണം, അതിനുശേഷം നീ ആദ്യം അവരെ കൊല്ലണം, അവിടുത്തെ എല്ലാത്തിനെയും ഉന്മൂലനം ചെയ്യണം, എന്നിട്ട് നീ ആ രാജ്യം നിന്റേതാക്കി മാറ്റണം. ഇങ്ങനെയുള്ള വരികൾ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, ദൈവത്തിൻ്റെ വാക്കുകളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് ഓരോ മനുഷ്യരും പറയുന്ന വരികൾ കേട്ടാൽ ശരിക്കും മെൻ്റലി അബ്നോർമൽ ആയിട്ടുള്ള വ്യക്തികൾ അയാളെ കൊണ്ട് ദൈവം പറയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ശരിക്കും ദൈവത്തിന് ഓരോ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? മനുഷ്യൻ ദൈവത്തിൻ്റെ ലെവലിലേക്ക് ഉയരുന്നത് നമുക്ക് മനസ്സിലാക്കാം നന്മ ചെയ്ത്. അല്ലാണ്ട് ദൈവം മനുഷ്യൻ്റെ ശരീരത്തിലൂടെ കയറി ഇതൊക്കെ പറയിപ്പിച്ചു ദൈവത്തിന് പറയാനുള്ളത് എന്ന് പറഞ്ഞ് എത്ര നീചവും നികൃഷ്ടവും നിന്ദ്യവുമായ കാര്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത്ഭുതം തോന്നും. പാശ്ചാത്യ ജനത ഓരോ രാജ്യത്തിൽ ചെന്ന് മതപരിവർത്തനം നടത്തിയിരിക്കുന്നതെല്ലാം, അത് സെൻറ്റ് ജോർജ് ആയാലും ശരി, അത് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ ആയാലും ശരി, ഈ സെയിൻറ്റ് വാലന്റൈൻ ആയാലും, ഇവരുടെ എല്ലാവരുടെയും ചരിത്രം, കഥയല്ല ചരിത്രം, ഹിസ്റ്ററി, ബയോഗ്രഫി ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഷോക്കടിച്ച മാതിരി തോന്നും. എന്താ കാരണം അറിയോ? യഹോവ എങ്ങനെയാണോ മറ്റു മതത്തിലുള്ളവർ ഈ യഹോവയുടെ ആരാധകരാവാതിരുന്നാൽ കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നത്, അതേപോലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഉന്മൂലനം ചെയ്തിട്ടാണ് അവര് വിശുദ്ധരായിരിക്കുന്നത്, പരിശുദ്ധരായിരിക്കുന്നത്. ഇന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്, അല്പം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ, ഇത്രയും അധികം വിദ്യാഭ്യാസമുള്ള ജനത എങ്ങനെയാ ഈ യഹോവ എന്ന ഒരു ഈശ്വര സങ്കല്പത്തെ ആരാധിക്കുന്നത്, എങ്ങനെയാ ഈശ്വര സങ്കല്പത്തെ സ്തുതിക്കുന്നത്, എന്നിട്ട് എങ്ങനെയാ ആ ഈശ്വര സങ്കല്പത്തിൻ്റെ വഴികൾ രണ്ടും, വരിയും വഴിയും പിന്തുടരുന്നത്. എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന കുറേ വിഭാഗമുണ്ട്. എല്ലാ ക്രിസ്ത്യാനികളും യഹോവയെ ആരാധിക്കുന്നവർ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു യഹോവ മനുഷ്യന് വിവേകമുണ്ടാവണം എന്ന് പറഞ്ഞ് ജ്ഞാനക്കനി, അറിവിൻ്റെ കനി തിന്നാൻ പറഞ്ഞ സാത്താനെ എതിർചേരിയിൽ നിർത്തി. ആ സാത്താൻ കുറേയധികം ബുദ്ധിക്കും യുക്തിക്കും ചേർന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത്. ആലോചിച്ച് നോക്കാം. യേശു ക്രിസ്തുവിനോട് പറഞ്ഞു, നീ ആരാധിക്കുന്ന ദൈവം യഥാർത്ഥത്തിൽ നിന്നെ രക്ഷിക്കുമെങ്കിൽ ഇപ്പൊ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെയാണല്ലോ, സീയിങ് ഈസ് ബിലീവിങ് എന്നാണല്ലോ പറയുക സയന്റിഫിക്കലി. ആ സാത്താൻ്റെ ഒരു വരി പോലും യഥാർത്ഥത്തിൽ റാഷണലി, ലോജിക്കലി ആൻഡ് സയന്റിഫിക്കലി എതിർക്കാൻ സാധിക്കുന്നതല്ല. അത് വളരെ ലോജിക്കലാണ്. പക്ഷേ യഹോവ എന്ന ദൈവത്തിൻ്റെ വാക്കുകളും പ്രവൃത്തിയും ചിന്തകളും ഭീഷണികളും ഭയപ്പെടുത്തലുകളും നശിപ്പിക്കലുകളും അതിനെയെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുകയും മറ്റുള്ളതിനെ നെഗറ്റീവായിട്ട് എടുക്കുകയും ചെയ്യാൻ പാകത്തിന് ഒന്ന് ചിന്തിക്കാൻ പോലും എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇനി മാത്രമല്ല, അവനവൻ്റെ ഗതികേട് കൊണ്ട് അവനവൻ ക്രിസ്ത്യാനിയായി പോവട്ടെ, ഇനി അവിടെ തുടരുകയോ എന്താ വെണ്ണിച്ച. എന്തിന് നല്ല രീതിയിൽ ജീവിക്കുന്നവരെ മുഴുവനും മതം മാറ്റിയിട്ട് ക്രിസ്ത്യാനികളാക്കിയിട്ട് ഈ ക്രൂരനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ട് തോന്നുന്നത്. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ലോകത്തിൽ 7 മഹാത്ഭുതങ്ങളല്ല ഉള്ളത്, 8 എണ്ണാണ്. അതിൽ ഒന്നാമത്തേത് ഈ 7 എണ്ണവും മനുഷ്യനിർമ്മിതമാണ് എന്ന് തോന്നുന്നു. അതേപോലെ ഒരെണ്ണം ഇപ്പോൾ ഉണ്ടാക്കാൻ 21-ാം നൂറ്റാണ്ടിൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് പൈസ കൂടുതൽ ചിലവാകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നത് 7 മഹാത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതം, ഇത്രയും ക്രൂരനും നിന്ദ്യനും ഭീഷണിപ്പെടുത്തുന്നതുമായ ഒരു പ്രതിഭാസത്തെ ഈശ്വരൻ എന്ന് നിർവചിച്ചു.
ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന് നിദാനമായതെന്ന അർത്ഥം. അങ്ങനെ ഭഗവാൻ, ഈശ്വരൻ, ദൈവം എന്നെല്ലാം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എല്ലാം പോസിറ്റീവ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് തുടക്കം മുതൽക്ക് അവസാനം വരെ നെഗറ്റീവായിട്ടുള്ള ഒരു പ്രതിഭാസത്തെ ഈശ്വരനായിട്ട് കണക്കാക്കാം. എന്നിട്ട് വലിയൊരു നിയോഗമാണെന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ ഭൂമിയിൽ ജനിപ്പിച്ച്, യേശുക്രിസ്തു എന്നൊരു മനുഷ്യനെ ജനിപ്പിച്ച്, ഈ മറ്റു മനുഷ്യർ ചെയ്ത പാപത്തിന് ഇയാളെ തൂക്കിലേറ്റാം. എനിക്ക് പാപികൾക്ക് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവിനെ തൂക്കിലേറ്റിയത്, കുരിശിലേറ്റിയതെന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നാറുണ്ട്, ഈ പാപികളെ ഉന്മൂലനം ചെയ്യാൻ വേറൊരുവനെ തൂക്കിലേറ്റിയാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലും ഭാരതത്തിലുമുള്ള ടെററിസ്റ്റുകളെയും കള്ളന്മാരെയും കൊള്ളക്കാരെയും എല്ലാം അവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും നല്ല 2-3 വ്യക്തികളെ കുരിശിലേറ്റിയാൽ പോരെ? അതല്ലേ അതിൻ്റെ ലോജിക്ക്? ഇത് ശരിയാണെങ്കിൽ യേശുക്രിസ്തു എന്ന നല്ല ലോകത്തെ മുഴുവനും പഠിപ്പിച്ച ഒരു വ്യക്തിയെ, മനുഷ്യരൂപത്തിലുള്ള വ്യക്തിയെ കുരിശിലേറ്റുന്നത് പാപികളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാണെങ്കിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലും വിയ്യൂർ സെൻട്രൽ ജയിലിലും കുറേയധികം ക്രിമിനൽ ആൾക്കാരുണ്ട്. അവരുടെ മൊത്തം പാപം ഉദ്ദേശത്തിൽ കണക്കാക്കിയിട്ട് നല്ല 2 മനുഷ്യരെ, ആരുടെ പേരൊന്നും പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല, നല്ല 2-3 സന്യാസിമാരെയോ ഋഷിമാരെയോ മനുഷ്യന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച വ്യക്തികളെ കുരിശിലേറ്റിയാൽ ഇവരൊക്കെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചൂടെ? കാരണം പാപം മുഴുവനും മറ്റേവരെ ഏറ്റെടുത്തിട്ട് പോയില്ലേ. ഈ യേശുക്രിസ്തു ഏറ്റെടുത്തു എന്ന് പറയുന്ന പാപം എന്താന്ന് ഇപ്പോഴും മനസ്സിലാവണില്ല. ആദി പാപം. അതെന്ത് ഈ ആദി പാപം? ജ്ഞാനക്കനി തിന്നതാ. ജ്ഞാനക്കനി തിന്നത് പാപമായിരുന്നെങ്കിൽ, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ജ്ഞാനക്കനി തിന്നില്ലായിരുന്നെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്താവുമായിരുന്നു? ഇന്നും തിരുവനന്തപുരത്തെ MG റോട്ടിൽ കൂടെയും കേരള യൂണിവേഴ്സിറ്റിയിലും തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറിയിലും ജ്ഞാനക്കനി തിന്നാത്തവരാണ് പുസ്തകം വായിക്കാനും നടക്കാനും ബസ്സിലൂടെ യാത്ര ചെയ്യാനും പോകുന്നതെങ്കിൽ അവര് ഡ്രസ്സ് ഉടുക്കുമായിരുന്നോ? അവര് തുണി ഉടുക്കുമായിരുന്നോ? അവരുടെ ശരീരം മുഴുവനും നഗ്നമായിട്ട് റോട്ടിൽ കൂടെ നടക്കാൻ കാരണമാവില്ലേ? യഹോവയുടെ വരികൾ പൂജിച്ചിരുന്നെങ്കിൽ, യഹോവയുടെ വരികൾ അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ. അപ്പൊ എത്ര ഭംഗിയായിട്ടാ സാത്താൻ പറഞ്ഞത്, നിനക്ക് വിവേകമുണ്ടായാൽ ദൈവത്തെ നീ ഭയപ്പെടില്ല എന്നുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത്. ഇപ്പൊ ദൈവത്തെ നീ ഭയപ്പെടണം, ദൈവത്തെ നീ ആരാധിക്കണം, നീ തുണി ഉടുക്കരുത്. അങ്ങനെ നീ ജീവിച്ചാൽ മാത്രമേ ദൈവത്തിന് ദൈവം വിചാരിക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയല്ലേ അതിൻ്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു യഹോവയെ എൻ്റെ മുമ്പിൽ ഇത് കാണുന്ന ഓരോ ക്രിസ്ത്യാനിയോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ബൈബിള് അടിമുടി ഒന്ന് വായിക്കണം. ബൈബിള് വായിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ക്രിസ്ത്യാനികളോട് പറയാറുണ്ട്, ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണം കേൾക്കാൻ പോവരുത്, അമ്പലത്തിലേക്ക് പോവരുത്, ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കരുത് എന്നെല്ലാം പറയാറുണ്ട്, ഉപനിഷത്തുക്കൾ വായിക്കരുത് എന്നെല്ലാം. ഞാൻ നിങ്ങളോട് മറിച്ച് പറയാണ്, നിങ്ങൾ ബൈബിള് വായിക്കണം. ഈ യഹോവ എന്ന ദൈവത്തെ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ വിലയിരുത്തണം. ആ ദൈവസങ്കല്പത്തിൻ്റെ വാക്കുകൾ വിലയിരുത്തണം. എന്നിട്ട് വേണം നിങ്ങൾ ക്രിസ്ത്യാനിയായി തുടരണോ, അല്ല അബദ്ധം പറ്റിയതാണെങ്കിൽ തിരിച്ച് സ്വധർമ്മത്തിലേക്ക് വരണോ, അല്ല ഒരു മതവും ഇല്ലാതെ ജീവിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ. അതാണ് യുക്തിയുടെ വഴി. യുക്തിയുടെ വഴി എന്ന് പറയുന്നത് ഈ മനുഷ്യനെ പറ്റിക്കലല്ല. അടുത്ത കാലത്ത് ഒരു സുവിശേഷം ഒരു സ്ത്രീ പറയുന്ന കേട്ടു. എല്ലാ നന്മകളും അവർ പറയും, നല്ല രസമാണ് കേൾക്കാൻ സുവിശേഷം പറയുന്നത്. എന്നിട്ട് അതെല്ലാം ബൈബിളിലുണ്ടെന്ന് പറഞ്ഞാൽ എന്തൊരു എളുപ്പാന്നറിയോ? ലോകത്തിലുള്ള നന്മകളെല്ലാം പറയുക, എന്നിട്ട് അതൊക്കെ ബൈബിളിൽ ഉണ്ടെന്ന് പറയുക. അത് യേശുക്രിസ്തു പറഞ്ഞ മാതിരി തന്നെ. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളുടെ രൂപത്തിൽ ആ സ്ത്രീ അത് പറയുന്നതെന്ന് പോലും എനിക്ക് തോന്നാറുണ്ട്. ബൈബിളിൻ്റെ 7 അയൽവക്കത്ത് കൂടെ പോവാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ബൈബിള് വായിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇതെല്ലാം ബൈബിളിലുണ്ടെന്ന് പറയാം. എന്നിട്ട് മറ്റുള്ളവർ സുവിശേഷം പറയുന്നത് കേട്ടിട്ടുണ്ട്, കൈ ഉയർത്തിയിട്ട് ആത്മാവ് 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 ശരീരത്തിൽ വരുന്നു. എന്താ ഈ ആത്മാവ്? എന്താ ഈ ആത്മാവ് ശരീരത്തിൽ വരുന്നു എന്നുള്ള വാക്ക് സുവിശേഷം പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അതിൽ ഒരു വരി പോലും
മനുഷ്യന് അർത്ഥമാകുന്ന രീതിയിൽ വിചാരത്തോടു കൂടി പറയുന്നുണ്ടോ? എല്ലാം വികാരത്തോടു കൂടി കൈയുയർത്തിയിട്ട് യഹോവയെ, കർത്താവേ 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 ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ് രക്ഷിക്കുമായിരുന്നെങ്കിൽ ഈ എത്ര ക്രിസ്ത്യാനികളെയാ ഈ യുദ്ധത്തിൽ കൊന്നിരിക്കുന്നത്. കർത്താവ് രക്ഷിക്കുമായിരുന്നെങ്കിൽ എത്ര ക്രിസ്ത്യാനികളാ രോഗികളായി മരിച്ചിരിക്കുന്നത്. കർത്താവ് രക്ഷിക്കുമായിരുന്നെങ്കിൽ എത്ര ക്രിസ്ത്യൻ ഭരണാധികാരികളാ ഹെൻറി അഞ്ചാമൻ, ഹെൻറി ആറാമനൊക്കെ നടത്തിയിരിക്കുന്ന ക്രൂരത ഭയങ്കര. ആ ക്രൂരതയുടെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് പള്ളിയിലച്ചന്മാരും ക്രിസ്ത്യാനികളും കന്യാസ്ത്രീകളൊക്കെ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിലൊക്കെ പ്രൊട്ടസ്റ്റന്റുകാരുടെ, രണ്ടുപേരും യഹോവയുടെ തന്നെ ആൾക്കാരാണ്. ഈ അച്ഛന്മാരെയും ഈ കന്യാസ്ത്രീകളെയും കർത്താവിനെ പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കി അവസാനം ഹെൻറി കോടാലി കൊണ്ടാ കൊന്നത്. അത്രയും വലിയ ശക്തിയുള്ള കർത്താവ് ആയിരുന്നെങ്കിൽ ഈ കൈയുയർത്തിയിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച് മനസ്സും ശരീരവും ഒക്കെ തുള്ളിച്ചാടി കത്തി ജ്വലിച്ച് ഇങ്ങനെ ഒരു ഈശ്വര സങ്കല്പം ഉണ്ടോ? ഈശ്വരനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഈശ്വരൻ എന്താ ടെററിസ്റ്റ് ആയിട്ടാണോ ഇങ്ങനെ ഭയപ്പെടണം എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ശരിയാ, ദൈവ ഭയം എന്നാ പറയാം. ഈശ്വരൻ ജഡ്ജിയും ഈശ്വരൻ IG ഓഫ് പോലീസും ഈശ്വരൻ ഒരു പ്രത്യേക തരത്തിലുള്ള പോലീസുകാരനും ഒക്കെ ആണെങ്കിൽ ഭയപ്പെടണം എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. അപ്പൊ ആ കണക്കിൽ യഹോവയെ ഭയപ്പെടണം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാ. കാരണം പ്രതികാരം ജ്വലിക്കുന്ന, പ്രതിഷേധം ജ്വലിക്കുന്ന, വാശിയും പകയും വിദ്വേഷവും മാത്രം ഉണ്ടാക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ നമ്മളായാലും കള്ളനെയും കൊള്ളക്കാരനെയും ഭയപ്പെടുന്ന മാതിരി ഭയപ്പെടണമല്ലോ. കള്ളനെയും കൊള്ളക്കാരനെയും തീവ്രവാദിയെയും ഭയപ്പെടുന്നത് അയാളുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടും അയാൾക്ക് നന്മയില്ലാത്തത് കൊണ്ടുമാണ് നമ്മൾ ഭയപ്പെടുന്നത്. പക്ഷേ യഹോവയെ ഭയപ്പെടുന്നത് അപ്പൊ എന്തിൻ്റെ പുറത്താണ്? നന്മയില്ലാത്തത് കൊണ്ടല്ലേ? അങ്ങനെ നന്മയില്ലാത്ത ഒരു ദൈവസങ്കല്പത്തെ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ സുവിശേഷത്തിലൂടെ വാഴ്ത്തി മനുഷ്യരെ പറ്റിക്കാൻ പറ്റുക? ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു വികാരത്തിൻ്റെയും പുറത്തല്ല, വിചാരത്തിൻ്റെ പുറത്താ. എല്ലാ ഹിന്ദു ധർമ്മത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഞാൻ ഇതേ രീതിയിൽ വിവരിക്കാറുണ്ട്, അതിനെ മാറ്റണമെന്ന് പറയാറുണ്ട്. ഇത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ ധർമ്മം ക്രിസ്തു ധർമ്മം അല്ല, നിങ്ങൾ ക്രിസ്ത്യാനികളല്ല. നിങ്ങളുടെ അജ്ഞത കൊണ്ട് നിങ്ങൾ എന്താണ് യഹോവ എന്നറിയാതെ ഈ അച്ഛന്മാരും ബിഷപ്പുമാരും കന്യാസ്ത്രീകളും നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചും തീവ്രമായിട്ട് മനസ്സിനകത്ത് വിഷം കുത്തിയിറക്കിയത് കൊണ്ടാണ് നിങ്ങൾ ഈ യഹോവ എന്ന ദൈവസങ്കല്പത്തേക്ക് ആരാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ച് ഈ ഭാരതീയമായ പൈതൃകത്തിലേക്ക് വരിക. ഹിന്ദു ധർമ്മത്തിലേക്ക് വരണമെന്നൊന്നും ഞാൻ പറയണില്ല. ഭാരതത്തിൽ മതം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരാൾക്ക് ജീവിക്കാൻ. പക്ഷേ യഥാർത്ഥ നന്മ എവിടെയുണ്ടോ ആ നന്മയിലേക്ക് തിരിച്ചു വരണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മക്കളെയും നിങ്ങളെപ്പോലെ വഞ്ചിതരായവരെയും എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം. അതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം. മനസ്സിൽ ഒന്ന് വെച്ച് ഒന്ന് പുറത്ത് പറയലല്ല ഞാൻ ഇതിലൂടെ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ 10 പ്രാവശ്യമെങ്കിലും ബൈബിള് വായിച്ചു. പലരോടും ഞാൻ വായിക്കാൻ പറഞ്ഞു. എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും പറഞ്ഞു, രാമായണവും മഹാഭാരതവും തൽക്കാലം വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആദ്യം ഒന്ന് ബൈബിള് വായിക്കാം. എന്നിട്ട് യഹോവ എന്ന ദൈവത്തിൻ്റെ ഒരു 100 വരികൾ എടുക്കാം. ഈ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു വരി പ്രയോജനപ്പെടുമോ നോക്കുക. കാരണം അത്രയും അധികം ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രാകൃത ജനതയ്ക്ക് പോലും പകർത്താൻ പറ്റാത്ത സന്ദേശമാണ് തന്നിരിക്കുന്നത്. നിർഭാഗ്യവശാൽ അങ്ങനെയാ യൂറോപ്പും അമേരിക്കയും ഇംഗ്ലണ്ടും ആഫ്രിക്കയും എല്ലാം ക്രിസ്ത്യാനികളാക്കി മാറ്റിയത്. വാളും വിഷവും അതേപോലെ കൊല്ലലും മുക്കലും നശിപ്പിക്കലും തകർക്കലും ഇങ്ങനെയാ ക്രിസ്തുമതം പ്രചരിച്ചത്. അത് ഭാരതത്തിൽ നടക്കാത്തത് കൊണ്ടാണ് ഈ സേവനം അല്ലെങ്കിൽ ദാനം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ ശുശ്രൂഷ അല്ലെങ്കിൽ ഉപദേശം ഇങ്ങനെ നന്മയുടെ വഴിയിലൂടെ മനുഷ്യ മനസ്സിനകത്തേക്ക് ബൈബിള് വായിപ്പിക്കാതെ അതിനകത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന 1ഓ 2ഓ മാത്രമുള്ള വരികൾ അപ്പുറത്തും ഇപ്പുറത്തും വെട്ടിക്കളഞ്ഞ് ഇടയ്ക്കുള്ളത് മാത്രം എടുത്ത്
ലോകത്തിൻ്റെ മുമ്പിൽ രാവിലെ ഒരു 10 ചാനൽ ഓൺ ചെയ്ത 10 ചാനലിലും ഈ സുവിശേഷം ഇല്ലാത്ത ഓരോന്ന്, എന്നിട്ട് അത് പറയുന്നതോ പലതും ഹിന്ദു പേരുള്ളവർ. യഥാർത്ഥത്തിൽ അവരുടെ പേര് ഹിന്ദു പേരല്ല, ക്രിസ്ത്യൻ പേരിനെ ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി ഹിന്ദു പേരിടുക. അതേപോലെ തന്നെ ഓരോ ഹിന്ദു വാക്കുകളും, ഇപ്പം ഹിന്ദി ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ മുഴുവനും ഹിന്ദുക്കളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഹിന്ദിയിലുള്ള ബൈബിള്, തമിഴിലുള്ള ബൈബിള് എല്ലാം ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ കപ്പില് ബൈബിൾ എന്ന വിഷം കൊടുക്കാം. ഇതാണ് ചിലപ്പോൾ എനിക്ക് തോന്നാറുള്ളത്. ഇത് നിങ്ങൾ നല്ലോണം ഒന്ന് ചിന്തിക്കണം, കുത്തിയിരുന്ന് ചിന്തിക്കണം. ഞാൻ പറയുന്നു എന്നുള്ളത് കൊണ്ട് ചിന്തിക്കരുത്, സത്യം എന്താണ് എന്നുള്ളത് ചിന്തിച്ച് നിങ്ങൾക്ക് യുക്തമുള്ളത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.